എൻ്റെ ഹസ്ബൻഡ് യൂട്യൂബിലേതോ വീഡിയോ കണ്ടിട്ട് മീൻ പീര ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസമല്ലേ പിന്നാലെ നടക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല നെത്തോലി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. വെച്ചാൽ ഒരു അരമുറിയോളം നാളികേരം, പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഞാനൊരു 15 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചതാണിത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ജസ്റ്റ് ചതച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിലായാലും എടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക്, മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എടുക്കണം. പിന്നെ കൊടപ്പുളി, കോൽപ്പുളി ചേർക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് കോൽപ്പുളി ചേർക്കാം. ചിലർ മാങ്ങിയിട്ടും മീൻ പീര ഉണ്ടാക്കാറുണ്ട്. ഈ പുളി നിങ്ങൾ ചെറിയ പീസുകളാക്കി 3/4 കപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിൽ 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെക്കണം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞങ്ങളോട് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർക്കണുള്ളൂ. നന്നാക്കി വൃത്തിയാക്കിയ മീൻ ഒരു 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വേപ്പില, അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കാൻ മൺചട്ടിയോ പാനോ യൂസ് ആക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് ഇടാം നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ. നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് കൂടാതെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് അത് മിക്സ്ഡ് ആവണ വരെ നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. പിന്നെ എടുത്ത് വെച്ച പുളിയോടുകൂടി തന്നെ ഒഴിക്കുക. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫിഷ് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ കത്തിച്ചിട്ട് വെക്കാം കേട്ടോ. തിളയ്ക്കുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് പൊടിയണ മീനായതുകൊണ്ട് നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. ഇനി 5 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. കാര്യം ഇത് വെള്ളം മൂടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരാവശ്യത്തിനുള്ള പരുവത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. കാര്യം തണുക്കുമ്പോൾ താനേ ഇരുന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിക്കോളും. ഞങ്ങളിത് കഴിക്കാനെടുത്തപ്പോൾ കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ പീര പരീക്ഷണം വിജയമായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ